ഡാം ഇറ്റ്, സേവിയർ അവനെ പിടിച്ചോണ്ട് പോയോ? അവൻ ഉറപ്പായിട്ടും എന്തെങ്കിലും സേവിയറിനോട് പറഞ്ഞിട്ടുണ്ടാവും. ലതിക ഇപ്പൊ അറ്റാക്ക് ചെയ്യണ്ട, നമുക്ക് താമസിയാതെ തന്നെ കാര്യങ്ങൾ നീക്കാം. ഇപ്പൊ അത് ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിന്റെ ആപത്തുണ്ടാവുക. സോ ബി കെയർഫുൾ റൈറ്റ് നൗ. ഋതുൽ, ഋതിഷ, സേവിയർ, ഇവർ മൂന്ന് പേരും നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇന്ന് ലോകം ഭരിക്കുന്ന ഏറ്റവും വലിയ മാഫിയകളാണ്. അതിന്റെ കരുത്ത് അവർക്ക് എന്തായാലും ഉണ്ടാവും. സോ ബി വെരി കെയർഫുൾ. ഇപ്പൊ ഋതികയൊന്നും ചെയ്യണ്ട, അവളെ ഇപ്പൊ വെറുതെ വിട്ടേക്ക്. ഈ വീട്ടിലുള്ള എല്ലാ സാധനവും ഞാൻ തല്ലി പൊട്ടിക്കും. ആ പോണ്ടാരം എവിടെ പോയി? ചത്ത മാറി. ആരുടെ ഇവിടെ അവരെ തൊണ്ട പുറന്ന് അലറി കീറുന്നത്? നിന്റെ കപ്പൻ ചത്ത ഇവിടെ കിടന്ന് അലറാനായിട്ട്. ഇനി ഇവിടെ ഒരു ഒച്ച കേട്ടിട്ടുണ്ടല്ലോ, അതിനെ അടിച്ചു കൂട്ടി ഞാൻ. എന്റെ പൊന്ന് സോനിയമ്മ, ആ പണ്ടാരം പിടിക്കാനുണ്ടായ നിങ്ങളുടെ ഇളയ സന്താനം ഞാൻ പുതിയതായിട്ട് ഇന്നലെ വാങ്ങിച്ച എന്റെ കെൽവിൻ ക്ലൈന്റെ ഷഡ്ഡി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയി. അതെവിടെ? പിന്നെ നിന്റെയൊക്കെ ഷഡ്ഡി അന്വേഷിക്കലല്ലേ എന്റെ പണി. രാവിലെ തുടങ്ങിക്കോളും കൊലവില എല്ലാത്തിനും. ദൈവമേ, രാവിലെ തന്നെ ഇവിടെ ഷഡ്ഡി കേസാണല്ലോ. ഇത് എന്ത് കുടുംബം ഇത്? എടാ വിക്കു, നിനക്കിന്ന് ക്ലാസ്സും പരിപാടിയൊന്നുമില്ലേ? നീ എന്താണ് റെഡി ആവാതെ ഇവിടെ നിൽക്കുന്നേ? സേവി ഇപ്പൊ വരും. അപ്പൊ മമ്മി അറിഞ്ഞില്ലേ? എനിക്കിന്ന് ക്ലാസ്സില്ല. അവിടെ എന്തോ പരിപാടിയാന്ന്. ഞാനെങ്ങും പോകുന്നില്ല. വീട്ടിൽ ഇരുന്ന് എനിക്ക് പബ്ജി കളിക്കാനുള്ള. എന്റെ ദൈവമേ, അപ്പൊ ഇന്ന് ഈ ശല്യം ക്ലാസ്സിൽ പോകത്തില്ലേ? ഇനി എല്ലാം കൂടി ഇവിടെ ഇരുന്ന് വീടെടുത്ത് തല മറിച്ച് വെക്കും. മമ്മി, ഞാൻ ഹോസ്പിറ്റലിൽ പോവാണേ. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. വിക്കുവിന് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ ഞാൻ ബസ്സിന് പോക്കോളാം. അത് വേണ്ട, നീ ബസ്സിന് പോകണ്ട, ഞാൻ കൊണ്ടാക്കി തരാം. ആ സേവിച്ച നിങ്ങൾ വന്നോ? അതിന് വിക്കുവിന് ക്ലാസ് ഇല്ലല്ലോ, എന്നാ പറ്റി? വിക്കുവിന് ക്ലാസ്സില്ലെന്ന് എനിക്കറിയാടി. ഞാൻ നിന്നെ കൊണ്ടുപോവാന്ന. വന്ന വണ്ടി കയറ്. അത് കുഴപ്പമില്ല സേവിച്ച, ഞാൻ ബസ്സിന് പൊക്കോളാം. സ്റ്റേഷൻ ഓഫീസിലോട്ട് വെക്കോ. എന്നോട് ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, വരാനാ പറഞ്ഞേ. വന്ന് വണ്ടി കയറടി. ഇതെന്തുവാ ഇത്? വരണോ വേണ്ടയോ? ചുമ്മാ ചൂടാവുക. ഞാനിപ്പോ ഫെലിക്സിനെ കണ്ടിട്ട് വരും. അതിനുള്ളിൽ ബാഗൊക്കെ എടുത്തിരുന്നോണം. ഓംബ്രാ. ഫെലിക്സേ, ഞാൻ അവളെയും കൊണ്ട് പോവാണേ. നിനക്ക് അവളെ ജീവനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാടാ പിന്നെ ആ പൂച്ചക്കുഞ്ഞിനോട് ഇങ്ങനെ കടിച്ചു കയറി സംസാരിക്കുന്നത്? ഏതു നേരം ഒരു കരിപ്പ്. അതാണ് സേവിച്ചാന്ന് തികച്ചു വിളിക്കുകയില്ലാത്തൊരു സാധനവും. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഈ ടോമാഞ്ചറി കളിക്കാൻ നിൽക്കുന്നത്? നിനക്ക് അവളോടൊന്ന് പറഞ്ഞൂടെ സേവി? എന്താ കുഴപ്പം? ലിക്സേ, നീ എല്ലാം അറിഞ്ഞിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ? ഇനി അതൊന്നും അവക്കും അറിയാത്ത കാര്യമല്ലല്ലോ. പിന്നെ എന്താടാ കുഴപ്പം? നീ അതൊക്കെ ഒന്ന് വിട്ട് സമാധാനമായിട്ട് പറ. ഫെലിക്സേ, നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ സംസാരിച്ച് നിർത്തുക. ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. അല്ലേലും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടിയാൽ മതിയല്ലോ. വിഷയം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. അതൊക്കെ പോട്ടെ, നീ ഗണ്ണെടുത്തേക്ക് സേവി. എങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണം, കേട്ടല്ലോ? ബി കെയർഫുൾ. ഇന്നാ ഗൺ. ശരിയടാ, ഞാൻ സൂക്ഷിച്ചോളാം. റെഡി? ഇത് റെഡി ആയി കഴിഞ്ഞോ? വാ. ആ സേവിച്ച, ഞാൻ റെഡി ആയി കഴിഞ്ഞു. എന്റെ ദൈവമേ, ആ ഇരിക്കുന്നത് ഗണ്ണല്ലേ? ഇതെന്താ ഇവിടെ? ഇനി ഇങ്ങനെങ്ങാനും എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ? എന്താടി നീ ഇങ്ങനെ ഇടന്ന് വിറയ്ക്കുന്നേ? ഒന്നുമില്ല. സേവിച്ചൻ എന്താ ഇന്ന് ഗൺ വണ്ടി വെച്ചേക്കുന്നേ? അതോ, അത് ചിലപ്പോ ഇന്നൊരു വധശ്രമം ഉണ്ടാവും പറഞ്ഞു, അതാ. എന്തോന്നാ വധശ്രമോ? ആ, വധശ്രമം. ചെറുതാ, വലിയ പ്രശ്നമൊന്നുമില്ല, അതാ ഗണ്ണെടുത്തേ. അല്ല, സേവിച്ചിന് ബുദ്ധിമുട്ടാണ് എന്നെ ഇവിടെ ഇറക്കി കേട്ടോ. ഞാൻ ബസ് കയറി പൊക്കോളാം. അയ്യോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവത്തില്ലേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ എന്നും പോകുന്നതല്ലേ. നിനക്ക് ബുദ്ധിമുട്ടാവൂന്നല്ല, എനിക്ക് അത് ബുദ്ധിമുട്ടാവും. ആണല്ലേ? അതെ. ഇറങ്ങ്, ഹോസ്പിറ്റലിലെത്തി, സൂക്ഷിച്ചു പോ. പിന്നെ നിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വിളിക്കാൻ ഞാനോ ഫെലിക്സോ വരും, കൂടെ പോന്നേക്കണം. അത് വേണ്ട സേവിച്ച, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. എന്നാ കുഴപ്പമില്ല, ആരാന്ന് വെച്ചാ വന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം, കേട്ടല്ലോ? ഇതെന്ത് മനുഷ്യനിത്? ഒന്ന് സമാധാനമായിട്ട് സംസാരിച്ചോളേ.
ഏതുനേരം കടിച്ചു കയറാൻ വന്നോളൂ. കോഴിക്കുഞ്ഞിന്റെ മുഖവും കാണാൻ മൃദുന്റെ സ്വഭാവം. എടാ ചെറുക്ക, നിനക്കെന്ത് കമ്പനിയിലൊന്നും പോട്ടെ, നീ എന്താണ് ഇവിടെ? ഓ, ഇന്ന് കമ്പനി പോകുന്നില്ല. വലിയ പണിയൊന്നുമില്ല, അവിടെ പോയി ചുമ്മാ ഇരിക്കാനല്ലേ, അതുകൊണ്ട് ഇന്ന് ലീവാക്കി. നീ ഇവിടെ വന്നിരുന്നിട്ട് എന്നെ ഉണ്ടാക്കാനാ? വിക്ക് ഫുട്ബോൾ കളിക്കാൻ പോയി. ഋതികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി. ഋതില് ആരെയോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞു പോയി. ആകെ ഋതിഷ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഋതിഷ മഹാദേവത്തൊക്കെ എടുത്തേ ഉള്ളൂ. നമുക്കൊന്ന് പോയി മുഖം കാണിച്ചേക്കാം തമ്പുരാട്ടിയെ. അപ്പൊ ശരി സോനിയമ്മ, ഞാൻ പോയി അവളെ കണ്ടിട്ട് വരാം. കുറെ നാളായി ഒന്ന് സമാധാനമായിട്ട് കുളിക്കുമ്പോ ഇടി ചേച്ചി മോയ്സ്ചറൈസർ അവിടെ, ഇടി ചേച്ചി സൺസ്ക്രീൻ അവിടെ, ഇടി ചേച്ചി സോപ്പ് അവിടെ, ഇടി ചേച്ചി എന്റെ ഷഡ്ഡി അവിടെ. ഈ ഒരു കുരുപ്പങ്ങളും ഇല്ലാതെ സമാധാനമായിട്ടൊന്ന് കുളിക്കണം. ഇവളിതെവിടെ? ഈ മുറിക്കകത്തെങ്ങും കാണാനുണ്ടല്ലോ. ഓ, ബാത്റൂമിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ കുളിക്കല്ലേ? അങ്ങനെ കുളിയും കഴിഞ്ഞ് അമ്മേ ഷേ, ഇങ്ങനെ കിടന്ന് അലറാതടി മൂയിരമ്പലി. എന്താടി, രാവിലെ തന്നെ നല്ല വ്യൂ ആണല്ലോ. ഇറങ്ങി പോടാ ചേട്ടേ. ഷേ, മിണ്ടാതടി മൂയിരമ്പള്ളി, ഞാനൊന്ന് കാണട്ടെന്നേ. ഇറങ്ങി പോടാ ചേട്ടേ. അങ്ങനെ പോവാനല്ലല്ലോ ഞാൻ വന്നേ. ഇതെന്റെ എന്തിനുള്ള ഉദ്ദേശത്തിലാ? ഓ ഗോഡ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓ ഗോഡ്, എൻ്റെ ചുണ്ടിൻ്റെ താഴത്ത് മറുന്നുണ്ടല്ലോ. എൻ്റെ കൺട്രോൾ പോവാൻ മോളെ അൻഷി, നീ കുളിച്ചു കഴിഞ്ഞൊന്ന് ഇറങ്ങി വരാമോടി? ദൈവമേ, സോനിയമ്മ അവിടെ മോറി നിൽക്കണത്തേണ്ടി. ഓ ഗോഡ്, ഞാനിത് എന്താ ചെയ്തേ? എനിക്ക് എന്താ പറ്റിയേ? ഞാൻ എന്താണോ അങ്ങനെ ചെയ്തേ? ഓ ഗോഡ്, ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക്. ഞാൻ പോവാണ് സോനിയമ്മ. എനിക്ക് കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. ആണോ? എന്നാ എന്തായാലും കഴിച്ചിട്ട് പോടാ. ഇല്ല സോനിയമ്മ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ, എന്നാ ശരിടാ, നീ പോയിട്ട് പിന്നെ വാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ പോവാ. ഇങ്ങോട്ടാണോ? കമ്പനി നിന്നൊന്നും കോൾ വന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ മുങ്ങുവാണല്ലോടാ തെണ്ടി. എന്താടി, നിനക്ക് വയ്യേ ചുമ്മാ ഇരുന്ന് പിറുപിറുക്കാൻ? കഴിച്ചിട്ട് പോടി. അല്ലെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞാലാണ് ഇവിടെ കുറ്റം. ഈ നേരം എന്റെ മണ്ടക്കോട്ട് കയറിക്കും. ആ, ഇതല്ല കാര്യം, ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിന്. എന്താ സേവി പറ. സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു? അങ്ങനെ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ സെർവർ സേഫ് ആണോ? ഞാൻ അവിടെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നീ ആ ഡിവൈസ് സൂക്ഷിക്ക്. തൽക്കാലം ഫയൽസ് ഒന്നും അപ്ലോഡ് ചെയ്യരുത്. ഓക്കെ? ഞാൻ ഇമീഡിയറ്റ്ലി എത്താം. എന്തു പറ്റി? സെർവർ ഹാക്കായെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കമ്പനിയിലേക്ക് വരണോ? ആ മമ്മി, സെർവർ ഹാക്കായെന്ന് എന്തോ ഇഷ്യൂ ഉണ്ട്. മമ്മി കൂടെ പോരെ. എന്തായാലും ദ മോസ്റ്റ് ബിസിനസ് മാഗ്നറ്റ് സോണിക മഹാദേവ് തെക്കേടത്തിന്റെ ആവശ്യം ചിലപ്പോൾ കമ്പനിക്ക് ഉണ്ടെങ്കിലോ. വാ പോയേക്കാം. അതിലൊരു തിരുത്തുണ്ട്. ബിസിനസ് മാഗ്നറ്റ് സോണിക മഹാദേവ് തെക്കേടത്തല്ല. ബിസിനസ് മാഗ്നറ്റ് സോണിക മനോഹർ ഇളംപറമ്പിലായിരുന്നു. ഓ ശരി, എഴുന്നള്ളിയാലും. എന്നാ കുട്ടി എങ്ങനെ നടന്നോളുക? ആരൊക്കെ എന്നെ പറഞ്ഞാലാ എന്നെ ലുക്കാന്നേ. ഓ, ആ സാരി എടുത്ത് നീ ഫ്രണ്ടിൽ വന്നപ്പോൾ എൻ്റെ കൺട്രോള് പോകാഞ്ഞത് ഭാഗ്യം. എൻ്റെ കർത്താവേ, ഈ ഡോക്ടറെ വെച്ച് ഞാൻ എന്തോ ചെയ്യുമോ എന്തോ.
ഈ ഓരോ തവണ ഇച്ചായെന്ന് വിളിച്ചോണ്ട് വരും. ഈ പെണ്ണിനെ ഞാൻ എന്റെ കൺട്രോളിൽ ഞാൻ എങ്ങനെയാ പിടിച്ചു വെക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്റെ ദൈവമേ. എടാ ജാക്സ, ഞാൻ അറിയാതെ ഹൃതിക എനിക്കൊരു കിസ് അടിച്ച്. കിസ് മാത്രമല്ല, നെക്ക് കിസും. അവളുടെ കഴുത്തെ പാടുണ്ടടാ. എന്തോന്നാ? ഇതെങ്ങാനും അവളുടെ ഏട്ടന്മാരറിഞ്ഞാവുണ്ടല്ലോ നിന്റെ തലയെടുക്കും. എടാ, ഈ ചേട്ടന്മാരെന്ന് പറയുമ്പോ അതിനകത്ത് എന്റെ ട്വിന്നും വരത്തില്ലേ? അതാണ് എന്റെ പേടി. സൈക്കോ സേവിയർ ഉണർന്ന അവൻ എന്റെ അന്ത്യം കുറിക്കും. വണ്ടർഫുൾ. എടാ, ഞാൻ പോയി പന്തലും കസാരിക്കും പറഞ്ഞിട്ട് വരാവേ. നീ ഇവിടെ നിൽക്ക്. എന്റെ ദൈവമേ, ഇതിന്റെ കൊലയിൽ അവസാനിക്കുമല്ലോ. പിന്നല്ലാതെ. പള്ളി മടിയടിക്കാൻ ഞാൻ ഇപ്പൊ തന്നെ കപ്പിയാരോട് പറഞ്ഞേക്കാം. കുറെ പരിപാടിയുള്ളതല്ലേ. ഒരുങ്ങി പൊട്ടിയൊക്കെ ഇട്ട് നിക്ക്. പോടാ നാറി. ഒരുത്തരൊരു പ്രശ്നം വരുമ്പോ തന്നെ അവര് സന്തോഷിക്കണം. പിന്നല്ലാതെ. ഇതൊക്കെ ഒരു ഫണ്ടല്ലേ മോനെ. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. എന്റെ കർത്താവെ, ആലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുവാ. ഞാനിനി എന്തോ ചെയ്യും? എന്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഇതെങ്ങാനും പൊക്കുവാണെങ്കിൽ നമുക്ക് ഹൃതികയും സേവിയറും തമ്മിൽ അവിഹിതം എന്ന് പറഞ്ഞു വരുത്താം. അതാവുമ്പോ വീട്ടിൽ നിന്ന് അടി കിട്ടുമ്പോ സേവിയറിന്റെ അടി കിട്ടൂടാ. അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എടാ മണകുണാഞ്ച, അങ്ങനെ വല്ലതും പറഞ്ഞു വരുത്താനായിട്ട് ആ സൈക്കോ സേവിയർ നിന്റെ ജീവനോടെ വെച്ചാലല്ലേ, അതിനു മുമ്പേ അവൻ നിന്നെ തട്ടും. എന്റെ ദൈവമേ, ഇത് എന്തുവാ ഇത്? ഈ കളിയിലെങ്ങാനും നിനക്ക് പങ്കുണ്ടെന്നറിഞ്ഞ നീയും ഡെഡ്, ഞാനും ഡെഡ്. നമുക്ക് വേണ്ടി കുടുംബ കല്യാണത്തിന്റെ സീറ്റ് ഓൾറെഡി ബുക്ക്ഡാ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അവളിത് ആരോടും പറഞ്ഞു കാണത്തൊന്നുമില്ല. നമുക്ക് വഴിയുണ്ടാക്കാം. അങ്ങനെ ആയാ മതി ദൈവമേ, ഇല്ലെങ്കിൽ ഞാൻ ഡെഡ്. എന്റെ ദൈവമേ, എന്നാ ഒരു ട്രാഫിക് ആയത്. ഇന്നെങ്ങാനും അവിടെ ചെല്ലുവോ? ആരുടെ കിട്ടിക്കാനാണ് ഇവന്മാരിലെ പുറത്തിറങ്ങി നടക്കുന്നത്. കിട്ടിപ്പൊടി കിട്ടിപ്പൊടിടാ കണ്ണാലെ കണ്ടപ്പൊടി കിട്ടിപ്പൊടിടാ. എന്തൊരു സമാധാനം. ഇനി തോന്നിയ മാസം നടക്കാലോ. ആ വീട്ടിനെ കടച്ചിട്ടപ്പോ ഒരുമാതിരി കൂട്ടിനെ കടച്ച പക്ഷിയെ പോലെയായിരുന്നു. സന്തോഷായി എനിക്കിപ്പോ. ദൈവമേ, എന്റെ കൈ ഏത് കാലമാടലാണ് എന്റെ ഇടിച്ചത്. എവിടെ നോക്കിയിട്ട് നീ വണ്ടി ഓടിക്കുന്നേ? ഹെഡ്ഫോൺസും വെച്ചിട്ട് അവിടെ ഒരു കെട്ടിപ്പൊടിടാ. കണ്ണാണോ നിനക്ക്? ഇതങ്ങേരല്ലേ? ഉറപ്പാണോ? അതെ, അങ്ങേര് തന്നെ. എന്റെ ദൈവമേ. എന്താടി അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? നിന്റെ നാളിറങ്ങിപ്പോയാ? ദേ, കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ച് കൊണകൊണ വർത്താനം പറഞ്ഞാണല്ലോ. എന്നോട് ചൂടാവോ? നിങ്ങൾ ആരാടോ? ആഹാ, നീ കൊള്ളാലോടി. അവളുടെ കെട്ടിപ്പൊടിടാ. വണ്ടി ഓടിക്കുമ്പോഴാണ് പാട്ട് വെച്ച് ഓരോരുത്തർ വന്ന് ഇടിച്ചിരുന്നേ. ദേ, താൻ കൂടുതൽ വർത്താനം പറഞ്ഞാണ്ടല്ലോ. എന്നെ വന്ന് ഇടിച്ചിട്ടത് മോടാ. എന്നിട്ട് കെട്ടിപ്പൊടിയെ കുറ്റം പറയുന്നു. താൻ കൊള്ളാലോ. മര്യാദയ്ക്ക് ആശുപത്രി കൊണ്ടുപോടോ. എനിക്ക് സൗകര്യമില്ലടി. ഞാനാരും നിന്റെ കെട്ടിയവരോ നീ പറയുമ്പോ ആശുപത്രി കൊണ്ടുപോകാൻ? എന്നെ വന്നിടിച്ച് പാട്ടും കേട്ട് ഇന്നൊന്നും പോരാ, ഇപ്പൊ എന്റെ തലയിലിടാൻ നോക്കുന്നത് കുറ്റം. ദേ, താൻ എന്നെ മര്യാദയ്ക്ക് ആശുപത്രി കൊണ്ടുക്കോ, ഇല്ല ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിക്കും. നീ അലറടി. നിനക്ക് ധൈര്യമുണ്ട് നീ ഒന്ന് അലറ്. എനിക്കൊന്ന് കാണണമല്ലോ. അയ്യോ, നാട്ടുകാരെ ഓടി വരട്ടെ. ഇയാളെന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയേ. എന്റെ കയ്യിൽ മൊത്തം ചോര വരുന്നു. ആരുടെ രക്ഷിക്ക്. ഇപ്പൊക്കെ എന്നെ തല്ലാൻ വരുവാടേ. അയ്യോ, ഓടി വരണേ. എടി മിണ്ടാതടി. എടി മിണ്ടാന്ന്. ഓ, ഇങ്ങനൊരു ശല്യം. ഓ, കേറ്. ആശുപത്രിയല്ലേ, കൊണ്ടുപോവാ. ആ, നല്ല കുട്ടി. അങ്ങനെ വഴിക്കുവാ കേട്ടോ. വഴിക്ക് വന്നതിന്റെ പെണ്ണായിപ്പോയി. ഇല്ല, നിന്റെ അടുത്ത് അലക്കിയേനെ ഞാൻ. പിന്നെ ആണായിരുന്നെ താനിപ്പോ മുക്കി വലിച്ച് കയറ്റിയാനെ. ദേ, മിണ്ടാതെ വണ്ടി എടുക്കണോ. എന്റെ ദൈവമേ, എല്ലാ വയ്യാവേലികളും എന്റെ മേത്താണല്ലോ. തൊണ്ടാലും പിടിക്കാനായിട്ട്. സിസ്റ്റർ, ഈ ഫയല് കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ റിവ്യൂ ചെയ്തേക്കാം. അപ്പൊ ശരി. എടാ ഋതു, നീ എന്താ ഇവിടെ? ഇതേതാ ഈ പെങ്കുച്ച്? എന്റെ പൊന്ന് അനികെ, കിടന്ന് അലറല്ലേ. ഇതിനെനിക്ക് വഴിന്ന് കിട്ടിയതാ. എന്റെ വണ്ടി ഇതിനെ തട്ടി. അല്ല, അതല്ല കറക്റ്റ്. ഇവള് പാട്ട് വെച്ച് വന്ന് വഴി നോക്കാതെ വന്ന് ഇവിടെ വണ്ടി എന്നെ തട്ടി. അങ്ങനെ മറിഞ്ഞു വീണതാ. പിന്നെ ഞാൻ വന്ന് വണ്ടി ഇടിച്ചു പോലും. ദേ, അപവാദം പറഞ്ഞു വരുത്തിയാണ്ടല്ലോ.
അല്ല, പറഞ്ഞ പോലെ ഇതാരാ? ഹലോ, ഞാൻ ലതിക മഹാദേവ് തെക്കേടുത്ത്. ഇതെന്റെ ചേട്ടനാ. ഓ, അപ്പൊ നിങ്ങളുടെ പെങ്ങളാണല്ലേ? അങ്ങനെ വരട്ടെ. എന്താടി എനിക്ക് പെങ്ങളുണ്ടായിക്കൂടെ? ദേ ആശുപത്രി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്ക്. അവരെന്താന്ന് വെച്ചാ ചെയ്തോളൂ. അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് വീട്ടിൽ പോകണം. എനിക്ക് വേറെ പണിയുള്ളതാ. ഓരോ കുരിശുകൾ വന്നോളൂ. ചേച്ചിയുടെ പേരെന്താ? അയ്യോ, ചേച്ചി ഒന്നും വിളിക്കണ്ട. അളകനന്ദ, അതാ എന്റെ പേര്. ചേച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല ഓർമ്മ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കുറച്ച് കോഡിംഗ് റെക്കോർഡ്സ് നോക്കാൻ വന്നായിരുന്നേ. അപ്പൊ എല്ലാം കണ്ടതായിരിക്കും. ഓ, ഓക്കെ ഓക്കെ. അപ്പോഴല്ലേ ആധാർ വെച്ചപ്പോ ചേച്ചി ഓർഫനാന്ന് പറഞ്ഞത്. അത് കാരണം ഹോസ്പിറ്റലുകാർക്ക് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ക്ലിയർ ആക്കി വിട്ടു. അതാ ഞാൻ ചോദിച്ചേട്ടോ. ഫീഡായൊന്നുമില്ലല്ലോ അല്ലേ? ആ അതെ, ഞാൻ ഓർഫനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിതൊക്കെ ശീല. പിന്നെ ഒന്നും കൂടി പറയാലോ, താൻ ഇനി ചേച്ചി ചേച്ചിന്ന് വിളിക്കണ്ട. നമുക്ക് തമ്മിലൊരു മച്ച ബ്രോ റിലേഷനിലങ്ങ് പോവാന്നേ. എന്തിനായി ചേച്ചിയൊക്കെ? എനിക്കിവിടെ വീടൊന്നും ശരിയായിട്ടില്ല. അതിന്റെ കൂടെ വണ്ടി ഇടിച്ചു. ഇനി ഇങ്ങോട്ട് പോണെന്ന് അറിയത്തില്ല. എന്നാ ഞാൻ അളകാന്ന് വിളിച്ചു. അപ്പം ഒരു വൈബിലങ്ങ് പൊക്കോളും. എന്തേ? ഹലോ, രണ്ടുപേരും കൂടി എന്ത് ബന്ധം കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പോയി ഇതിന് വേണ്ട ദിവസം ചെയ്തു കൊടുക്കടി. അവള് ബന്ധം ഉണ്ടാക്കാൻ നിൽക്കുന്നു. വെറുതു ചേട്ടനാന്ന് പറഞ്ഞ് ഷോ ഇറക്കിയുണ്ടല്ലോ, മരുന്ന് കുത്തി ഉറക്കി കിടത്തു ഞാൻ. ഇവിടെ അവിടെ പോയിരിക്കണം, കുറെ നേരായി. ആ ഇത് കൊള്ളാം. എവിടുന്നോ കണ്ടവർക്ക് വേണ്ടി നീ എന്നെ കുത്തി തള്ളി പറയുന്നില്ലേടി? ആ ഞാൻ പറയൂടാ, ഞാൻ ഇനിയും പറയും. നീ ആരോടാ ചോദിക്കാൻ? ഡോക്ടറെ, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കാതെ. ഇപ്പം തന്നെ സീനിയർ ഡോക്ടർ വരും. പുള്ളി വന്നാൽ അറിയാലോ. അയ്യോ, ഒരു നിമിഷത്തേക്ക് ഞാനതങ്ങ് മറന്നുപോയി. സിസ്റ്റർ വെക്കോ. വളക്ക, നീ വാ, ഞാൻ ഡ്രസ് ചെയ്ത് തരാം. ആ ശരി. എങ്ങോട്ടേക്കാ പോണ്ടേ? ആ എടാ ഋതു, ദേ ഇവിടെ ഡ്രസ് ചെയ്തിട്ടുണ്ട്. ആളൊക്കെയാണ്, ഇനി വീട്ടിൽ കൊണ്ടാക്കിയാ മതി. ഓ സമാധാനം. പണ്ടാരും ഒഴിഞ്ഞ് കിട്ടിയല്ലോ. വാടി വീട്ടിൽ കൊണ്ടാക്കാം. അല്ല, വീട്ടിൽ കൊണ്ടാക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്കിവിടെ വീടൊന്നും ആയിട്ടില്ല. എന്റെ ദൈവമേ, ഇനിയിപ്പോ നിന്നെ എവിടെ കൊണ്ടേ ആക്കേണ്ടത്? വാ, വല്ല ഹോട്ടലിലോ റൂം എടുത്ത് തരാം. എന്നിട്ട് നാളെ വെക്കേറ്റ് ചെയ്ത് പൊക്കൂ. എടാ ചേട്ടാ, അത് വേണ്ട. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള അത്രയും നല്ല കണ്ടീഷനിലല്ല. തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടാവും. അവിടെ മമ്മിയും അൻഷിയൊക്കെ ഉണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല. നീ ഒന്ന് പൊക്കേ പെണ്ണേ. അല്ലേ തന്നെ അംഗസംഖ്യ കൂടുതലുള്ള വീടാ. ഇനി ഇവളെയും കൂടി കെട്ടിയെടുക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. നീ ഒന്ന് പൊക്കേടാ, ഞാൻ സോനിയമ്മേനെ വിളിച്ചു ചോദിക്കട്ടെ. അപ്പം പ്രശ്നം തരുമല്ലോ. അയ്യോ അതൊന്നും വേണ്ട, എനിക്കൊരു റൂം എടുത്ത് തന്നാ മതി. കുഴപ്പമില്ല, അതൊന്നും സാരില്ലളക. നീ വാ, എന്റെ വീട്ടിൽ നിൽക്കാം, ഒന്നും പേടിക്കണ്ട. ഹലോ സോനിയമ്മ, ഞങ്ങളിതാ എത്തി. എന്തേലും തിന്നെടുത്ത് വെക്കാവോ? ആ വന്ന ശല്യങ്ങളെല്ലാം. എന്തിയടി നീ പറഞ്ഞ കൊച്ച്? അതിനെ ഒന്ന് കാണട്ടെ. ഹായ് ആന്റി. അളകനന്ദ, നല്ല പേര്. പിന്നെ മോൾ ആന്റി എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, സോനിയമ്മ എന്ന് വിളിച്ചാ മതി. ഇവിടെ എല്ലാരും അങ്ങനെ വിളിക്കുന്നു. സോനിയമ്മ, ദേവപ്പ എന്തിയേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ കൊച്ചേ? എങ്ങനെ അറിയാനാ, വീട്ടിൽ കയറാറില്ലല്ലോ. അങ്ങനെ 2 ദിവസത്തേക്ക് ഓസ്ട്രേലിയക്ക് പോയി. ഓ, അപ്പൊ ഇവിടത്തെ റൊമാൻറ്റിക് ഹീറോ ഓസ്ട്രേലിയക്ക് പോയല്ലേ? എന്നെ വാടിച്ചിരുന്നു കേട്ടോ. സ്വന്തം അപ്പനെ പറ്റി അവള് പറയുന്നത് കേട്ടില്ലേ? എന്റെ പൊന്നു മമ്മി, ഇതുങ്ങളെ കൊണ്ടടി കേട്ടോണ്ടിരിക്കാതെ എനിക്ക് വല്ല തിന്നെ എടുത്ത് തരാമോ? ചേർക്ക, എന്റെ കുരുവൊന്നും ഇല്ലല്ലോ. വേണേ പോയിട്ട് തിന്നടാ. അവനോട് ആജ്ഞാപിക്കുന്നു. നീ കൊള്ളാലോ. ആരടാ നീ? അയ്യേ, വല്ല ആവശ്യമുണ്ടോ ഋതു? ചോദിച്ചു മേടിച്ചോ. അമ്മേ, അൻഷിയും വിക്കും എന്തിയെ? എവിടെ പോവാനാ? രണ്ടും പൊക്കത്ത് തന്നെയുണ്ട്. ഒരുത്തൻ പബ്ജി കളിക്കണമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോകുന്നുണ്ട്. കമ്മോൺ അളക, നമുക്ക് പോയിട്ട് ഇവിടെയുള്ള ബാക്കി 2 സന്താനങ്ങളെ മീറ്റ് ചെയ്യാം. ആ വാ പോവാ. പിന്നെ താനിങ്ങനെ പാവായിട്ടും നിക്കണ്ട. കച്ചറ സ്വഭാവം പുറത്തെടുത്തേക്ക്. ഇവിടെ എല്ലാം കച്ചറകളാ. ഒരു വൈബിലെങ്ങ് നിന്നാ മതി. മോളെ, ഫുഡൊക്കെ ഓക്കെ അല്ലേ? ഞങ്ങളോട് അങ്ങനെ ഭയങ്കര ഫുഡൊന്നും ഉണ്ടാക്കാറില്ല, അതാ ചോദിച്ചേ. മോളുടെ ടേസ്റ്റ് അറിയില്ലല്ലോ. ആ ആന്റി, നല്ല ഫുഡാ. കുറെ നാളായി വീട്ടിൽ നിന്ന് സമാധാനത്തില് ഫുഡ് കഴിച്ചിട്ടേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ സന്തോഷം, താങ്ക് യു മോളെ. അനിക, നീ ഇന്ന് അൻഷിയുടെ കൂടെ കിടന്നോ. മോള് നിന്റെ റൂമിൽ കിടന്നോളൂ. മോള് ഓക്കെ അല്ലേ? ആ ശരി അമ്മ. അപ്പോ അളക, പോയി കിടന്നോ കേട്ടോ. ആ ശരി.
അപ്പോ ഗുഡ് നൈറ്റ്. ഓ ഗോഡ്, അങ്ങനെ അവസാനം റൂമിലെത്തി. ഇനി വേണം ലാപ്ടോപ്പിലെടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാൻ. ദൈവമേ, എങ്ങനെ അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അവരുടെ വീട്ടിൽ തന്നെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പണി കൊടുക്കാൻ പോകുന്ന ഋതുൽ മഹാദേവ് തെക്കേടുത്ത്, 6 സിബ്ലിങ്സിലെ മൂത്ത ആള്. കൊള്ളാം. ആളുടെ ഡേറ്റാസ് ഒക്കെ വെരി ഇംപ്രസീവ്. ഈ പണി ആക്കിയേക്കോ നമുക്ക് നോക്കാം. ഓ, അപ്പൊ ഇതാണ് സൈക്കോ സേവിയർ, സേവിയർ ജോൺ കുരിശിങ്കൽ. കൊള്ളാം, ഈ ആളോട്ട് മോശമല്ല. സൈക്കോ സേവിയറുടെ സൈക്കോത്തര എത്രമാത്രം പുറത്തു വരും നമുക്ക് കണ്ടറിയാം. അളക, മതി മതി, ഇന്നത്തെ ഇൻഫർമേഷൻ ഒക്കെ ആയി. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. നാളെ രാവിലെ കുറെ പണിയുള്ളതല്ലേ. വാ.